ശേഷമാണ് സുകുമാർ അഴീക്കോട് തൃശൂരിൽ തന്റെ വേരുകൾ ഉറപ്പിക്കുന്നത്. യാത്രാ സൗകര്യാർത്ഥമാണ് അഴീക്കോട് തൃശൂരിൽ താമസമാക്കിയത്. വിയ്യൂരിൽ താമസമാക്കിയ അഴീക്കോട് മാഷ് സാംസ്കാരിക നഗരിയുടെ ഉണർവായി. അഴീക്കോടിന്റെ നിറസാന്നിധ്യം കൊണ്ട് വിയ്യൂരും സാംസ്കാരിക കേന്ദ്രമായി മാറി. തൃശൂരിലെത്തിയതോടെ അഴീക്കോടിന്റെ പ്രവർത്തനവ്യാപ്തി വർദ്ധിച്ചു. ഏതു കാര്യത്തിലും അഴീക്കോട് മാഷിന്റെ ഇടപെടലുണ്ടാകും എന്നതാണ് മറ്റുള്ളവരിൽ നിന്നും അദ്ദേഹത്തെ വ്യത്യസ്തനാക്കിയത്. 4 വർഷം മുൻപാണ് സുകുമാർ അഴീക്കോട് എരവിമംഗലത്ത് പുതിയതായി പണിതീർത്ത വീട്ടിലേക്ക് മാറിയത്. എരവിമംഗലത്തെ ഗ്രാമനിവാസികൾ മനസ്സിന്റെ എല്ലാ അറകളും തുറന്നാണ് അഴീക്കോടിനെ സ്വീകരിച്ചത്. ക്ലാസ് മുറിയിൽ മാത്രമിരുന്ന് പഠിപ്പിക്കുന്നവനല്ല അധ്യാപകൻ എന്ന് വിശ്വസിച്ച് സമൂഹത്തിന്റെ അധ്യാപകനായ വ്യക്തി കൂടിയാണ് അഴീക്കോട്. പ്ലാച്ചിമട, ശുദ്ധജലം, വായു, ലാലൂർ, കൈനൂർ എന്നീ സമരങ്ങളുടെ എല്ലാ ഘട്ടങ്ങളിലും മുൻനിരയിൽ തന്നെ സുകുമാർ അഴീക്കോട് നിലയുറച്ചിട്ടുണ്ട്. അടിസ്ഥാന പ്രശ്നങ്ങളിൽ ഇടപെട്ടിരുന്ന സുകുമാർ അഴീക്കോടിന്റെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നവർക്കൊന്നും അദ്ദേഹത്തോട് വ്യക്തിപരമായ ദേഷ്യമില്ലായിരുന്നു. പദവിയും പണവും രാഷ്ട്രീയ പാർട്ടിയും ആഗ്രഹിക്കാത്ത ജനങ്ങളുടെ ഗുരുനാഥനെ എല്ലാവരും എല്ലാ തരത്തിലും വിശ്വസിച്ചിരുന്നു. തന്റെ എഴുത്തുകളിൽ നിലപാടുകളിൽ ഉറച്ചുനിന്നിരുന്ന അഴീക്കോടിനെ വലിയവനെന്നോ ചെറിയവനെന്നോ വ്യത്യാസമില്ലായിരുന്നു. വിശ്വമാനവ സ്നേഹത്തെക്കുറിച്ച് വാതോരാതെ പ്രസംഗിച്ചിരുന്ന സുകുമാർ അഴീക്കോട് ഗാന്ധിയ തത്വങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവരെ ശത്രുതാപരമായ നിലപാടാണ് സ്വീകരിച്ചത്. എന്നിട്ടും ഒരു കാവൽക്കാരന്റെ സുരക്ഷാ പോലുമില്ലാതെയാണ് അഴീക്കോട് തന്റെ ജീവിതം എരവിമംഗലത്തെ തത്വമസിയിൽ കഴിച്ചുകൂട്ടിയത്. തൃശൂരിൽ താമസമാക്കുന്നതിന് മുൻപേ സാഹിത്യ അക്കാദമി എക്സിക്യൂട്ടീവായിരുന്ന അഴീക്കോട് നിരന്തരം തൃശൂരിൽ വരുമായിരുന്നു. അദ്ദേഹം കാലുകുത്താത്ത ഗ്രാമങ്ങളോ കലാസമിതികളോ വായനശാലകളോ തൃശൂരിൽ ഇല്ലെന്നത് വ്യക്തം. തന്റെ മൂല്യത്തിലും വിശ്വാസത്തിലും ഉറച്ചുനിന്ന വ്യക്തി കൂടിയാണ് സുകുമാർ അഴീക്കോട്. സാംസ്കാരിക നഗരം നിറഞ്ഞുനിന്ന ആ സിംഹഗർജനം ഇനിയില്ലെന്നത് ചരിത്രം. എം.എ. ഗ്രീഷ്മ, തൃശൂർ. മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ സുകുമാർ അഴീക്കോട് അന്തരിച്ചു. ഇപ്പോൾ അദ്ദേഹത്തെ അനുസ്മരിക്കുന്നതിനായി എഴുത്തുകാരൻ സി രാധാകൃഷ്ണൻ ചേരുന്നു. സി രാധാകൃഷ്ണൻ, വ്യക്തിപരമായി അഴീക്കോട് മാഷുമായുള്ള അടുപ്പം, സ്നേഹം എങ്ങനെ ഓർക്കുന്നു ഈ ഘട്ടത്തിൽ? അദ്ദേഹത്തെ ഞാൻ ആദ്യമായി കാണുന്നത് കോഴിക്കോട് ടൗൺ ഹാളിൽ ഒരു പ്രസംഗവേദിയിൽ വെച്ചാണ്. അന്ന് ഞാൻ അവിടെ വിദ്യാർത്ഥിയായിരുന്നു. കോഴിക്കോട്ട് വിമോചന സമരം നടക്കുന്ന കാലം. അദ്ദേഹം സമരത്തിന് അനുകൂലിയായിരുന്നു. ഞങ്ങൾ കുറച്ച് കുട്ടികൾ പഠിപ്പ് നിങ്ങളുടെ ജന്മാവകാശം എന്ന് പറഞ്ഞ് സമരത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളുമായിരുന്നു. കോഴിക്കോട്ടുള്ള പല കോളേജുകളിൽ നിന്നുമായി ഞങ്ങൾ അവിടെ ടൗൺ ഹാളിൽ നിന്ന് ഒത്തുകൂടിയത് മാഷുടെ പ്രസംഗം കേൾക്കാനായിരുന്നില്ല, അത് തടസ്സപ്പെടുത്താനായിരുന്നു എന്ന കാര്യം ഞാൻ ഇന്ന് ഓർക്കുകയാണ്. പക്ഷെ ഞങ്ങൾ അവിടെ ചെന്നിട്ട് കുറച്ചു കഴിഞ്ഞ് ഈ പ്രസംഗം തുടങ്ങി കുറച്ചു കഴിഞ്ഞിട്ട് ആ പ്രസംഗത്തിന്റെ ഒഴുക്കിൽ എലയിച്ചു പോയി ഞങ്ങൾ എന്തിനാണ് ചെന്നത് എന്ന് മറന്നു നിന്ന ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. അവസാനം ഈ പ്രസംഗം കഴിഞ്ഞ് അദ്ദേഹം ഇരുന്നപ്പോൾ അവിടെ ഉയർന്ന കയ്യടിയിൽ ഞാനും കൂടി ചേർന്നിരുന്നു എന്ന് ഞാനിപ്പോഴും ഓർക്കുകയാണ്. അതിനുശേഷം പല വേദികളിലായി പലപ്പോഴായി സഹപ്രാസംഗികനായും യാത്രികനായും ചില സമിതികളിൽ ഒപ്പമിരിക്കുന്ന അംഗമായും ഒക്കെ പ്രവർത്തിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോഴൊക്കെ എന്നെ ആകർഷിച്ച ഏറ്റവും വലിയ സ്വഭാവവിശേഷം അദ്ദേഹത്തിന്റെ കാരുണ്യവും ദയയും, അതിനേക്കാളൊക്കെ ഉപരി ഏറ്റവും അടിസ്ഥാനപരമായ സ്വാഭാവിക നീതി എന്നതിലുള്ള അദ്ദേഹത്തിന്റെ ഉറച്ച വിശ്വാസവും ആയിരുന്നു. ഈ സ്വാഭാവിക നീതിയാണ് അദ്ദേഹത്തെ പ്രാഥമികമായി ഒരു ഗാന്ധിയനും പിന്നീട് ഇടതുപക്ഷ ചിന്താഗതിക്കാരനുമാക്കി മാറ്റിയത് എന്നും എനിക്ക് തോന്നുന്നു. എവിടെയാണോ അനീതി കാണുന്നത് അവിടെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പോലും ഇടപെടുക എന്ന അദ്ദേഹത്തിന്റെ സ്വഭാവമായിരുന്നു. ഞാൻ ഓർക്കുന്ന ഒരിക്കൽ കോട്ടയത്ത് നിന്ന് തിരികെ വരുന്ന ഒരു തീവണ്ടി യാത്രയിൽ ഞങ്ങളുടെ ഒരു സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ ഏതോ ഒരു പരിപാടി കഴിഞ്ഞ് വരികയായിരുന്നു എന്നാണ് ഓർമ്മ. പ്രൊഫസർ അച്യുതനുണ്ട്, പ്രൊഫസർ തോമസ് നോക്കിയുണ്ട്, ഡോക്ടർ എം ലീലാവതിയുണ്ട്, ഷാനി മാസ്റ്ററുണ്ട്, ഞാനും ഉണ്ട്. തീവണ്ടിയിൽ ടിക്കറ്റ് പരിശോധിക്കാൻ വന്ന ടിക്കറ്റ് എക്സാമിനർ വണ്ടിയുടെ എതിരാളിയിലിരിക്കുകയായിരുന്ന ഒരു വയോവൃദ്ധനെ ബൂട്ടിട്ട കാല് കൊണ്ട് ചവിട്ടി ഓ എന്ന് അലറി. എല്ലാവരും കണ്ടിരിക്കുകയാണ്. പക്ഷേ ആ കൂട്ടത്തില് ഈ ശരീരം കൊണ്ട് അശ്വമായ മാഷാണ് ചാടി എണീറ്റ് ആ ഉദ്യോഗസ്ഥന്റെ കോടതിയിൽ കടന്നു പിടിച്ചിട്ട് അയാളോട് പറഞ്ഞത്, നോക്കൂ, നിങ്ങൾക്ക് ഇയാളെ ടിക്കറ്റ് പരിശോധിക്കാം, ഇയാളെ വണ്ടിയിൽ നിന്ന് പുറത്താക്കാം, ഇയാളെ കൊണ്ടുപോയി ലോക്കത്തിലിടാം, കോടതിയിൽ കൊണ്ടുപോയി പിഴ അടപ്പിക്കാം, പക്ഷെ ഇയാളെ ചവിട്ടാനുള്ള ഒരു അധികാരവും യാതൊരു നിയമവും തരുന്നില്ല എന്ന് മാത്രമല്ല, പ്രത്യേകിച്ചും നിങ്ങളുടെ അച്ഛനേക്കാൾ പ്രായമുള്ള ഒരാളായതുകൊണ്ട് നിങ്ങളെ ഇദ്ദേഹത്തോട് മാപ്പ് പറഞ്ഞു മതിയാകും എന്ന് മാഷ് ശാഠ്യം പിടിച്ചു. ആ ഉദ്യോഗസ്ഥന് ഒഴിഞ്ഞു മാറാൻ കുറച്ച് ശ്രമിച്ചുവെങ്കിലും നിവൃത്തിയില്ല എന്ന് വന്നപ്പോൾ, അന്തരീക്ഷമാകെ പ്രതികൂലമാണെന്ന് വന്നപ്പോൾ മാപ്പ് പറഞ്ഞ്
ഒഴിവായി പോവുകയായിരുന്നു. ഇപ്പോൾ നോക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ക്ഷോഭം എത്രമാത്രം അഗ്നി പോലെ ആ കമ്പാർട്ട്മെന്റിനകത്ത് തുറന്നു പിടിച്ചിരുന്നു എന്ന്. നമ്മുടെയൊക്കെ മനസ്സിലുള്ള സ്വാഭാവിക നീതിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടം അത് അദ്ദേഹത്തിന്റെ ആജീവനാനന്ദ പരിശ്രമമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പോരാട്ടത്തിനിടെ അദ്ദേഹം ഉപയോഗിക്കുന്ന ആയുധം എന്ന വാക്ക് പലപ്പോഴും അതിന്റെ മൂർച്ച കൊണ്ട് പലരെയും വേണ്ടാത്തിടത്തും മോദിടത്തും മുറിപ്പെടുത്തുക ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ ആരെയെങ്കിലും അനാവശ്യമായി മുറിപ്പെടുത്തി എന്ന് കാണുമ്പോൾ എറിഞ്ഞു തിരിച്ച് നേരെ ചെന്ന് ആ മുറി ഉണക്കാനുള്ള വാക്കുകൾ ഉച്ചരിക്കാൻ അദ്ദേഹം ഒരിക്കലും മടിക്കാറില്ല എന്നുള്ളത് കൊണ്ട് പലരുമായും ഇണങ്ങിയും പിണങ്ങിയും കഴിഞ്ഞു പോകുന്ന ഒരു ഉറപ്പില്ലാത്ത മനുഷ്യനാണ് അദ്ദേഹം എന്ന് പോലും നമുക്ക് തോന്നാനിടയായിട്ടുണ്ട്. പക്ഷേ വാസ്തവം അദ്ദേഹത്തിന്റെ ഉള്ളില് ദയാവായ്പായിരുന്നു. ഒരു മൊഴിയുടെ അന്തമായി പോയി എന്ന് അറിയുമ്പോഴുണ്ടായ അദ്ദേഹത്തിന്റെ പശ്ചാത്തലമായിരുന്നു എന്നാണ് പറയാം. ഇത്രയേറെ സ്വഭാവനിഷ്ഠയുള്ള ഒരാള് നമുക്ക് കേരളത്തിൽ ഇനി എത്രയുണ്ടാവും ചോദിച്ചാൽ അത് കുറച്ചേ ഉണ്ടാവൂ എന്നുള്ളത് കൊണ്ട് ഈ നഷ്ടം വളരെ വലുതാണ്. വളരെയധികം നന്ദി സി രാധാകൃഷ്ണൻ. ഈ ഘട്ടത്തിൽ വളരെ വൈകാരികമായ അടുപ്പം നിലനിർത്തിയ അഴീക്കോട് മാഷിനെ പറ്റി അദ്ദേഹത്തിന്റെ നിര്യാണ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്, അദ്ദേഹത്തിന്റെ നിര്യാണ ഘട്ടത്തിൽ അനുസ്മരിച്ചതിന്. നിരന്തരമായ യാത്രകളിലൂടെ ജീവിച്ച ഒരു യാത്രികനായിരുന്നു സുകുമാർ അഴീക്കോട്. അനന്തമായ യാത്രയിലേക്ക് നടന്നുപോയ അഴീക്കോടിന്റെ ജീവചരിത്രത്തിന്റെ പേര് അഴീക്കോടിന്റെ യാത്രകൾ എന്നായിരുന്നു. ജീവചരിത്രം എഴുതിയ കൈരളി പീപ്പിൾ എക്സിക്യൂട്ടീവ് എഡിറ്റർ EM അഷ്റഫിന്റെ അനുഭവ സാക്ഷ്യം. ഒട്ടേറെ ജീവിതങ്ങൾ കൊണ്ട് ചെയ്തു തീർക്കേണ്ടുന്ന കർമ്മങ്ങൾ ഒരു ജീവിതം കൊണ്ട് ചെയ്തു തീർത്ത് നമുക്കിടയിൽ നിന്നും സുകുമാർ അഴീക്കോട് യാത്ര പറഞ്ഞു. അഴീക്കോട് മാഷയുടെ ജീവചരിത്രം എഴുതി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു വാചകം കൂടി എനിക്ക് തന്നെ പറയേണ്ടി വരും.